കുട്ടനാട് മെന്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ വട്ടക്കാലിൻ്റെ സൈഡിൽ ഒരു കാടിനകത്ത് ഒരു വീടിരിക്കുന്ന പോലെ തോന്നുക. കാരണം അതുപോലത്തെ ചെടികളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന. ആ ചെടികളൊക്കെയാണ്, എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ വീടിൻ്റെ ഒരു അറ്റത്ത് നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇവിടെ ദേ ഇലച്ചെടി നിൽപ്പുണ്ട്. പിന്നെ ദേ ചെമ്പരത്തി നമ്മളിങ്ങനെ ആർച്ച് പോലെ പിടിപ്പിച്ച് ചേർത്തിട്ടുണ്ട് വട്ടത്തിൽ. പിന്നെ ഇപ്പുറത്തും ഒരു ഇലച്ചെടി. പിന്നെ അവിടെ തുളസി ഇപ്പുണ്ട്. ഇവിടെ ഇടയിലൊരു ചെടി ഇപ്പുണ്ട്, അതിനകത്ത് പൂവ്. ഇതെന്താ പേരൊന്നും എനിക്കറിയത്തില്ല. ഒരു പൂവൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇവിടെ നോക്കിയാൽ പച്ചമുളക്, പിന്നെ അവിടെ വാത്സ്യം, പിന്നെ ഒരു പൂ പിടിക്കുന്ന ചെടിയുണ്ട്. പിന്നെ പപ്പരങ്ങ, പിന്നെ അപ്പുറത്തും ഒരു ഇലച്ചെടി. പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു സബോള പോലെ അടിയിൽ പിടിക്കുന്നൊരു ചെടിയുണ്ട്, അതാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ നമ്മൾ ഒരു ടാങ്കിനകത്ത് ഇത് വെച്ചിട്ടുണ്ട്, താമര. താമരയിൽ മുട്ടുമുണ്ട്. ഇന്നാൾ വിരിഞ്ഞിട്ട് തീർന്ന ഇതുണ്ട്, എന്നാണ് വിത്ത്. ഇവിടെ ചെറിയ വിത്ത് പിടിച്ചു വരുന്നത്. നമ്മൾ കുറേ നാൾ കാത്തിരുന്നിട്ടാണ് അതിനകത്ത് പൂ പിടിച്ചത്. പിന്നെ അപ്പുറത്തോട്ട് നോക്കിയാൽ ഇവിടെ ഒരു ചെത്തിയുണ്ട്. പിന്നെ ഇതേ ചെമ്പരത്തിനെ നമ്മൾ ഇവിടെ ഇങ്ങനെ ആച്ചു പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കണിക്കൊന്നയുണ്ട് കേട്ടോ. കണിക്കൊന്നയിൽ ഇതേ പൂ പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് പുളിയാണ്. പുളി ഇതേ പിടിച്ച് കിടക്കുന്നത്. ചില സമയത്ത് ഇതിനകത്ത് നിറച്ച് പുളിയായിരിക്കും. അവിടെ തന്നെ ഒരു ചെമ്പരത്തിയുണ്ട്. പിന്നെ ഒരു പനിക്കൂർക്ക. ഈ നിൽക്കുന്നത് മുന്തിരിയാണ്. പിന്നെ ഇലച്ചെടികളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ വാത്സ്യം, പിന്നെ പപ്പരങ്ങ അതിനകത്തുണ്ട്. നമ്മൾ ഒരു പറിച്ച് കഴിച്ച് കേട്ടോ, പഴുത്തത്. പിന്നെ ഈ ഒരു തടി പോലെ കാണുന്നത് ഇത് കടലാസ് ചെടിയാണ്, വെള്ള കടലാസ് ചെടി. അത് നമ്മളിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു വള്ളി പോലെ കാണുന്നത് മുന്തിരിയാണ്. ഇതിൻ്റെ ഇലയും മുന്തിരിയൊക്കെ പിടിക്കുന്ന മുകളിൽ അങ്ങോട്ട് പോയിരിക്കുക. പിന്നെ ഇവിടെ ഒരു ഇലച്ചെടിയുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇലച്ചെടികളാണ്. പിന്നെ ഇത് പുളിയാണ്. അത് പുളിയൊന്നും പിടിച്ചിട്ടില്ല, ചെറിയ മരമാണ്. പിന്നെ ഇവിടെ ഇലച്ചെടി. അവിടെ കിളുത്തിയിരിക്കുന്നത് ഇത് പുളിയാണ്. ഇനി ഇത് കൊക്കോ. പിന്നെ ഇത് തണ്ണിമത്തൻ. ഇതിനകത്ത് തണ്ണിമത്തൻ പിടിച്ചിറപ്പുള്ളത്. ചെറിയൊരു തണ്ണിമത്തൻ പിടിച്ചത്. പിന്നെ ഈ ഒരു വലിയ തടി പോലെ കാണുന്നത് ഒരു മരമാണ്, മുരിങ്ങ മരം. മുകളിലോട്ട് പോയാലേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അപ്പുറത്തോട്ട് നോക്കിയാൽ ഇവിടെ സീനിയ. ഇത് പറയുന്നത് സീനിയ എന്നാണോ? പല കളറിലെ സീനിയ പിടിച്ചിപ്പോൾ. വേറൊരു കളറ്. പിന്നെ ഇവിടെ കടലാസ് ചെടി പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മണിമുല്ല. ഈ പിടിച്ചിരിക്കുന്നത് മണിമുല്ലയാണ്. ഇവിടെയൊക്കെ ചെടി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. താഴോട്ട് നോക്കിയാൽ ഒരു മുല്ല. ഇത് മുല്ല, ഇത് റോസ. രണ്ടും അടുത്തടുത്താണ് കേട്ടോ. മുല്ല റോസ അടുത്ത. ഇതിനകത്ത് പൂ പിടിച്ചിപ്പോണ്ട്. ഈ കളറല്ല റോസ. ഇത് നന്ദ്യാർ വട്ടം. നമ്മുടെ വീട്ടിൽ ഇല്ലെന്നും പറഞ്ഞോണ്ട് അച്ഛൻ എവിടുന്നോ പറിച്ചോണ്ടോന്ന് വെച്ചാൽ ഇലച്ചെടി. പിന്നെ ഇതേ ചെടി, ഇതൊരു വെള്ള പൂ പിടിക്കുന്ന ചെടി. അത് തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട്, മുകളിലോട്ട് പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന പിച്ചിയാണ്. പിച്ചിക്കകത്ത് പൂവുണ്ട്. എപ്പോഴും ഇവിടെ നല്ല മണമായിരിക്കും. വീടിൻ്റെ വാതിക്കതായ പിച്ചി. ഇത് മുന്തിരിയുടെ വള്ളിയാണ് ഈ കാണുന്നത്. ഇവിടെ താഴെ ഇത് നിശാഗന്ധി. അതിനകത്ത് മുട്ടുണ്ടായിരുന്നു, അതേ മുട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തൊരു ചെത്തി വെച്ചിട്ടുണ്ട്.
ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലത്തെ ഒരുപാട് എണ്ണം ഉണ്ട് ഇവിടെ. ഇതിൻ്റെ തന്നെ പല കളറിലുണ്ട് ഇവിടെ. അപ്പുറത്ത് വെള്ള. ചിലതൊക്കെ മേടിച്ചും ചിലത് നമ്മൾ ഒടിച്ച് കുത്തിയതൊക്കെയാണ്. ഇത് 10 മണിയാണ്. ഇത് വാത്സ്യം. ഇനി ഇവിടെ നിൽക്കുന്ന ഇത് മാതള നാരങ്ങയാണ്. അപ്പുറത്ത് നിൽപ്പുണ്ട് മാതള നാരങ്ങ. ഈ ചെറിയ ഇല പോലെ കാണുന്നത് മാതള നാരങ്ങ. ഇത് മാതള നാരങ്ങ. ഇതിൻ്റെ അവിടെ നിൽക്കുന്നത് ജമന്തി. ആ കാണുന്ന ജമന്തി. ഇത് ഇലച്ചെടി. ഇത് ഇലച്ചെടിയാണ്. പിന്നെ ഇവിടെ കൊട പോലെ നമ്മൾ ശംഖുപുഷ്പം പടർത്തിയിട്ടുണ്ട്. കൊട പോലെ നിൽക്കുന്നു. വെട്ടി നിർത്തിക്കുക നീല ശംഖുപുഷ്പം. അങ്ങോട്ട് നോക്കി ഇവിടെയൊക്കെ ഇങ്ങനെ ചെടി തൂക്കിയിട്ടിരിക്കുക. എന്നാൽ തടി കടലാസ് ചെടിയുടെയാണോ? ഒരു കടലാസ് ചെടിയല്ല, 2-3 കളറുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഇതിനകത്ത് ഇല മാത്രമേ ഉള്ളൂ. ചില സമയത്ത് പൂവൊക്കെ പിടിച്ചിരിക്കുന്നത് കാണുന്നത്. ഓറഞ്ചൊക്കെ നിൽപ്പുണ്ടവിടെ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ഇത് പ്ലാവാണ്. മുകളിലോട്ട് പോയിരിക്കുക പ്ലാവ്. പിന്നെ ഇത് ഓർക്കിഡ്. ഇതിൻ്റെ ഇടയ്ക്കൊരു കുഞ്ഞു മാവ് ഇപ്പുണ്ട് കേട്ടോ. പിന്നെ താഴോട്ട് പോയ മണി പ്ലാന്റും ചെമ്പരത്തിയും. ഇത് ചാമ്പയ്ക്ക. ഇതൊരു ഇലച്ചെടിയാണ്. ഇത് ഓർക്കിഡ്. പിന്നെ ഈ കാണുന്ന ഈ ഓർക്കിഡിൻ്റെ സൈഡിൽ കൂടെ പോയിരിക്കുന്ന ഇത് ഈ ഒരു മരം കാണിച്ചില്ല. ഈ ഒരു മരം ഇത് ഓറഞ്ച്. ഇപ്പുറത്ത് 2 അടയ്ക്കാൻ മരമുണ്ട്. അത് മുകളിൽ ചെന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പുറത്തോട്ട് വന്ന് ഇവിടുത്തെ ലവ് ചിഹ്നത്തിൻ്റെ ഇതിൽ നമ്മൾ മണി പ്ലാന്റും വെള്ള ശംഖുപുഷ്പവും വളർത്തിയിട്ടുണ്ട്. ഇത് കോളാമ്പിപ്പൂ. അത് മുട്ടുണ്ട് കേട്ടോ, കോളാമ്പിയുടെ മുട്ട. ഇതൊരു ചെത്തിയ. അങ്ങനത്തെ 2 ചെത്തിയുണ്ട് കേട്ടോ. അതേ ഈ ചുമന്ന ചെത്തിയുണ്ട്, ആ കളറിലെ ചെത്തി. അത് ഇതൊരു പൂ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇനി ഇവിടെ റോസ, പനിനീർ റോസ. ഇവിടെ ഇങ്ങനെ ഇത് ഞാനുണ്ടാക്കിയതാണ് കുപ്പി വെച്ച്. ഇനി ഇവിടെ എല്ലാം ഇങ്ങനെ കടലാസ് ചെടിയുടെ തണല. പിന്നെ അവിടേക്ക് ഇങ്ങനെ ഓരോ ചെടിയൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇലച്ചെടിയും ഇതൊക്കെ. ഇതപ്പുറത്ത് ശംഖുപുഷ്പം വെള്ള നിൽപ്പുണ്ട്. ഇനി ഇത് കണിക്കൊന്നയാണ്. കണിക്കൊന്ന ഇത് ഇതിനകത്ത് പൂടിച്ചിട്ടുണ്ട്. ഇവിടെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും നമുക്ക് കണിക്കൊന്നുണ്ട്. ഇവിടെ കുറച്ച് ചെടികളുണ്ട്. ഇത് നമ്മൾ മുറിവിനൊക്കെ ഇടുന്നൊരു ചെടിയാണ്. എന്താ പേരെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേരും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ഇത് മറ്റേ ഈ മുളയ്ക്കകത്തൊക്കെ വെക്കുന്ന. ഇത് അരിവേപ്പ്. അരിവേപ്പല്ലല്ലോ, കറിവേപ്പില. കറിവേപ്പില, സോറി തെറ്റിപ്പോയി. 2 കറിവേപ്പ്. ഇത് മാതള നാരങ്ങ. ഇത് മഞ്ഞൾ. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് പച്ചമുളക്. ഇത് കസ്കസാണ്. ഇത് നമ്മൾ അവിടെ വെള്ളം കലക്കിയപ്പോഴും കണ്ട വീണ് കിളുത്തിട്ട് നമ്മളിവിടെ കൊണ്ടുവച്ച് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന കസ്കസാണ്. പിന്നെ അപ്പുറത്ത് റോസയുണ്ട്. ഇത് പച്ചമുളക്. ഇതിനകത്തും ഒരു മാതള നാരങ്ങ. ഇവിടെ ഫുൾ മാതള നാരങ്ങ. ഇത് കാന്താരിയാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ കാണിച്ച അതേ ചെടി. ഇത് ഈ കാട്ടിലൊക്കെ നിൽക്കുന്നൊരു ചെടിയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഇവിടെ കിളത്തും. നമ്മളൊന്ന് വെച്ചാണോ അറിയത്തില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ ചെടി. ഇപ്പുറത്ത് നോക്കിയ ഒരു വാഴയുണ്ട്, ചെങ്കതലി. എന്നിട്ട് കൊലയുണ്ട്. അത് മുകളിൽ ചെന്നാൽ കാണിച്ചു തരാം. ഇനി ഇതൊരു വാഴ. നമ്മൾ ചെടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. തല പോലെ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു മാവ്, പപ്പരങ്ങ.